വെൽക്കം ടു AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം. ഇന്നത്തെ ഞങ്ങളുടെ എപ്പിസോഡ് വളരെ ഇൻട്രസ്റ്റിംഗ്, വളരെ ഇൻഫോർമേറ്റീവ് എപ്പിസോഡാണ്. ഇതാണ് കൺസീൽഡ് ഫ്ലഷ് ടാങ്കിനെ കുറിച്ച്. കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഭിത്തിക്ക് അകത്ത് കൺസീൽ ചെയ്തിരിക്കുന്ന ഒരു ഫ്ലഷ് ടാങ്ക് സിസ്റ്റമാണ്, അല്ലെങ്കിൽ ക്ലോസറ്റ് ഫ്ലഷിംഗ് സിസ്റ്റമാണ്. കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് എല്ലാവരും ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് വൺ ടൈം ഇൻ ദെയർ ലൈഫ്. പക്ഷേ അതിൻ്റെ അകത്തിരിക്കുന്ന മെക്കാനിസം മേ ബി നിങ്ങൾ ഫെമിലിയർ ആയിരിക്കത്തില്ല. സോ ഇന്നത്തെ ഈ വീഡിയോ ആ ഒരു കൺസീൽഡ് ടാങ്കിന്റെ മെക്കാനിസവും അതിന്റെ പല ടൈപ്സും അതിന്റെ പല ബ്രാൻഡ്സും അതിനകത്ത് നമ്മൾ വെക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അങ്ങനെയുള്ള കൺസീൽ ടാങ്കുമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. സോ സ്റ്റേ ട്യൂൺ. ലൈക്ക് എവറി പ്രൊഡക്റ്റ്, കൺസീൽ ഫ്ലഷ് ടാങ്കിനും പല ടൈപ്സ് ഉണ്ട്. പക്ഷേ ഒരുപാട് ടൈപ്സ് ഇല്ല, 3 ടൈപ്സ് കൺസീൽ ഫ്ലഷ് ടാങ്കേ ഉള്ളൂ. അപ്പം ഈ 3 ടൈപ്സ് ഓഫ് കൺസീൽ ടാങ്കിനകത്ത് ഡിഫറൻസസ് വളരെ മൈന്യൂട്ടാണ്. സോ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ വെച്ചേക്കുന്നതാണ് ഹാഫ് ഫ്രെയിം സിസ്റ്റേൺ എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്കൊരു ഫുൾ ഫ്രെയിം സിസ്റ്റേൺ ഉണ്ട്. അതാണ് എൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഇത്. അപ്പം ഹാഫ് ഫ്രെയിം സിസ്റ്റേൺ ഉണ്ട്, ഫുൾ ഫ്രെയിം സിസ്റ്റേൺ ഉണ്ട്, ഇനി നേക്കഡ് സിസ്റ്റേൺ ഉണ്ട്. നേക്കഡ് സിസ്റ്റേൺ വേറെ ഒന്നുമല്ല, ഈ ഹാഫ് ഫ്രെയിമിനകത്ത് നമ്മൾ ഈ ഫ്രെയിം അങ്ങ് മാറ്റിയ ഈ ബാലൻസ് ഇരിക്കുന്ന വൈറ്റ് കളറിലെ പാർട്ട് ഇൻക്ലൂഡിങ് ദിസ് ഔട്ട്ലെറ്റ്, അതാണ് നേക്കഡ് സിസ്റ്റേൺ. അപ്പം ഈ 3 ടൈപ്സിനകത്തും ഈ നേക്കഡ് സിസ്റ്റേൺ ഒരു കോമൺ പാർട്ടാണ്. നേക്കഡ് സിസ്റ്റേൺ ആണ് ഇതിന്റെ ബേസിക് മെക്കാനിസം. ഈ ഫ്രെയിംസ് ആണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ഹാഫ് ഫ്രെയിം ഉണ്ട്, ഫുൾ ഫ്രെയിം ഉണ്ട്. സോ ടുഗദർ ദേ ആർ 3 ടൈപ്സ്. സോ 3 ടൈപ്പും മെക്കാനിസം ഒന്നാണെങ്കിൽ പിന്നെ പ്രൈസിനകത്ത് ഇത്രയും വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, നേക്കഡ് സിസ്റ്ററിന്റെ പ്രൈസ് ഏകദേശം 5000 റുപ്പീസിന്റെ അടുത്ത് വരും. അത് ഹാഫ് ഫ്രെയിം സിസ്റ്ററിലേക്ക് മാറുമ്പം അത് 8000 റുപ്പീസിലോട്ട് പോകും. നമ്മൾ അത് ഫുൾ ഫ്രെയിമിലേക്ക് പോകുമ്പം 11,000 പ്രൈസിലോട്ട് പോകും. സോ നമുക്കറിയാം ഒരേ മെക്കാനിസം ആണ്, ഒരു ചേഞ്ചും ഇല്ല, സെയിം ടാങ്ക് ആണ്. പക്ഷേ നേക്കഡിൽ നിന്ന് ഹാഫ് ഫ്രെയിമിലേക്ക് പോകുമ്പോൾ 3000 രൂപ കൂടുന്നു, നേക്കഡിൽ നിന്ന് ഫുൾ ഫ്രെയിമിലേക്ക് പോകുമ്പോൾ 6000 രൂപ കൂടുന്നു. സോ ഹാഫ് ഫ്രെയിമും ഫുൾ ഫ്രെയിമും തമ്മിൽ 3000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. സോ ഈ എക്സ്ട്രാ പണം നമ്മൾ ചിലവാക്കുമ്പം നമുക്ക് എന്തുവാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബേസിക്കലി 2 കാര്യമാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, മെഷർമെന്റ്സ്. കാരണം ഈ സിസ്റ്റംസ് വിറ്റ് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്ന പ്ലംബറിന്റെ കോമ്പിറ്റൻസി എന്തുവാന്ന് ആർക്കും അറിയത്തില്ല. കസ്റ്റമേഴ്സിന് ഇതിനെക്കുറിച്ച് അബ്സല്യൂട്ട്ലി ഒരു ഐഡിയ ഇല്ല. സോ കമ്പനി എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്ലംബറിന്റെ കോമ്പിറ്റൻസിയിലാണ്. ഇപ്പൊ പ്ലംബർ ഫെയിൽ ആയി കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് ഫെയിൽ ആയി പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് കമ്പനീസ് പ്ലംബേഴ്സിന്റെ പകുതി ജോലി അവർ തന്നെ ഫാക്ടറീസിന് ചെയ്തു വിടുന്നത്. സോ അതാണ് ഈ സിസ്റ്റംസിനെ ഇത്രയും എക്സ്പെൻസീവ് ആക്കുന്നത്. വെൻ ദേ ചേഞ്ച് ഫോം, അതായത് നേക്കഡിൽ നിന്ന് ഹാഫ് ഫ്രെയിമും ഹാഫ് ഫ്രെയിമിൽ നിന്ന് ഫുൾ ഫ്രെയിമിലേക്ക് വരുമ്പോൾ ആക്ച്വലി കമ്പനി അതിനകത്ത് പ്ലംബറിന്റെ കുറച്ച് ജോലി കമ്പനി ഏറ്റെടുത്ത് അവർ ചെയ്താണ് ഈ പ്രൊഡക്റ്റ് മുമ്പോട്ട് വിടുന്നത്. സോ വിച്ച് മീൻസ് മെഷർമെന്റ്സിൽ ഉണ്ടാവുന്ന തെറ്റുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെയധികം കുറയും. സോ എന്തുവാണ് ഈ മെഷർമെന്റ്സ്? കമ്പനി പ്ലംബറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് സ്വയം ചെയ്തു വിടുന്ന ഈ മെഷർമെന്റ്സിന് 2 മേജർ പാർട്ടേ ഉള്ളൂ. ഒന്ന് മേളിൽ നിന്ന് താഴോട്ടുള്ള മെഷർമെന്റും സെൻട്രിൽ നിന്ന് ലെഫ്റ്റും റൈറ്റും ഉള്ള മെഷർമെന്റ്സും. 2 വളരെ സിമ്പിൾ മെഷർമെന്റ്സ് ആണ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടാങ്ക്. ഇത് നേക്കഡ് ആണെങ്കിലും ഹാഫ് ഫ്രെയിം ആണെങ്കിലും ഫുൾ ഫ്രെയിം ആണെങ്കിലും നമുക്കറിയാം ടാങ്ക് ബേസിക്കലി ഒന്ന് തന്നെ. അപ്പം ഈ ടാങ്കിന്റെ മേളിൽ നിന്ന് താഴോട്ടുള്ള മെഷർമെന്റിന്റെ മെയിൻ പാർട്ടാണ് ഈ എക്സിറ്റ് പോയിന്റ്, അതായത് ഫ്ലഷ് ചെയ്യുന്ന വെള്ളം ക്ലോസറ്റിലേക്ക് പോകുന്ന എക്സിറ്റ് പോയിന്റ് ആണിത്. അപ്പം ഈ എക്സിറ്റ് പോയിന്റ് എക്സാക്ട്ലി ഒരു സർട്ടൻ ഹൈറ്റ്, അതായത് ഫിനിഷ്ഡ് ഫ്ലോറിൽ നിന്ന് ഒരു സർട്ടൻ ഹൈറ്റിൽ തന്നെ വന്ന് നിൽക്കണം. അതിനകത്ത് മാർജിൻ ഓഫ് എറർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 സെന്റിമീറ്റർ ആണ്. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഇത് ഒരു വാൾ ഹാങ് ക്ലോസറ്റ് ആണെന്ന് കണ്ടപ്പോൾ മനസ്സിലായി. ഇത് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് സ്വല്പം ഹൈറ്റ് കൂട്ടിയാണ് വെച്ചേക്കുന്നത്. ശരിക്കും നമ്മുടെ വീട്ടിൽ ഇത് വെക്കുവാണെങ്കിൽ ഇതിന്റെ ടോപ്പ് ലൈൻ, അതായത് ഈ റിമിന്റെ ടോപ്പ് പാർട്ട് കറക്റ്റ് ഫിനിഷ്ഡ് ഫ്ലോറിൽ നിന്ന് 40 സെന്റിമീറ്ററിൽ നിൽക്കണം. അപ്പോൾ നമുക്കറിയാം ഏകദേശം 6 ഇഞ്ചോളം അവിടുന്ന് പൊങ്ങിയാണ് നിൽക്കുന്നത്. അപ്പം ഇതാണ് പ്രൈമറി മെഷർമെന്റ്. വെർട്ടിക്കൽ മെഷർമെന്റിനകത്ത് ഫിനിഷ്ഡ് ഫ്ലോറിൽ നിന്ന് നിങ്ങളുടെ ക്ലോസറ്റിന്റെ ടോപ്പ് റിം എപ്പോഴും 40 സെന്റിമീറ്റർ അല്ലെങ്കിൽ 16 ഇഞ്ചാണ് കറക്റ്റ് ആയിട്ട് പൊങ്ങി നിൽക്കേണ്ടത്. സോ ഈ മെഷർമെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ഒരുപാട് താന്നു പോയാൽ ഒരുപക്ഷെ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരുപാട് പൊങ്ങിപ്പോയാൽ ഇത് എഫക്റ്റീവ്ലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ വെർട്ടിക്കൽ മെഷർമെന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ മെഷർമെന്റ്. സോ ഇനി രണ്ടാമത്തെ മെഷർമെന്റ്. ഈ രണ്ടാമത്തെ മെഷർമെന്റ് നമുക്കറിയാം ഫസ്റ്റ് വെർട്ടിക്കൽ മെഷർമെന്റ് ആയിരുന്നു, ഇനി സെക്കൻഡ് ഹൊറിസോണ്ടൽ മെഷർമെന്റ് ആണ്. ഈ ഹൊറിസോണ്ടൽ മെഷർമെന്റ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സെന്റർ പോയിന്റിൽ നിന്നാണ്. ഈ സെന്റർ പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമുക്ക് കാണാം ഇവിടെ 4 ഹോൾസ് ഉണ്ട്. ഇപ്പൊ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ 4 ഹോൾസ് കാണാം. പക്ഷെ ഇത് ആക്ച്വലി 4 ഹോൾസ് അല്ല, ഇത് 2 സെറ്റ് ഓഫ് ഹോൾസ് ആണ്. സോ വിച്ച് മീൻസ് ഇതൊരു പെയർ ആണ്.
ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. പക്ഷേ നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് ഹോൾസിൻ്റെ ഡിഫറൻസ്, ഒരു സെറ്റ് ഹോൾ നിൽക്കുന്നത് ശരാശരി 18 സെൻറ്റിമീറ്റർ ഡിഫറൻസിലാണ്. രണ്ടാമത്തെ ഹോൾസ്, ഔട്ടർ ഹോൾസ് നിൽക്കുന്നത് 23 സെൻറ്റിമീറ്ററിലാണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഫസ്റ്റ് ഹോൾ 18 സെൻറ്റിമീറ്റർ, രണ്ടാമത്തെ ഹോള് നിൽക്കുന്നത് 23 സെൻറ്റിമീറ്റേഴ്സിലാണ്. സോ ഈ 18 സെൻറ്റിമീറ്റർ അപ്പാർട്ട് ഹോളും 23 സെൻറ്റിമീറ്റർ അപ്പാർട്ട് ഹോളും എന്തിനുള്ളതാണെന്ന് നമുക്ക് ആദ്യം കണ്ട് മനസ്സിലാക്കാം. സോ അതിന് നമുക്ക് വേണ്ടത് ഈ രണ്ട് ചെറിയ സാധനങ്ങളാണ്. സ്റ്റീൽ വെച്ചുള്ള ഒരു സ്ക്രൂ ആണ്. ഇതിൻ്റെ ടെക്നിക്കൽ നെയിം റാക്ക് ബോൾട്ട് എന്നാണ്. ഇത് എവിടെ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. സോ ഈ റാക്ക് ബോൾട്ട്സിലെ പുറത്താണ് ഈ വാൾ ഹാങ് ക്ലോസറ്റ്സ് വാളിൽ നിൽക്കുന്നത്. അപ്പം നമുക്ക് കാണാം ഇവിടെ ഒരു ഹോളുണ്ട്, ഇതേപോലെ ഒരു ഹോള് അപ്പുറത്തുണ്ട്. അപ്പം ഇതുപോലൊരു ഹോള് ഭിത്തിയിൽ ഇട്ടിട്ടാണ് ഈ റാക്ക് ബോൾട്ട് ഇതിനകത്ത് ഫിക്സ് ചെയ്യുന്നത്. ഈ റാക്ക് ബോൾട്ടിൻ്റെ പുറത്താണ് ഈ ഹോളിൽ കൂടെ ഒരു ജസ്റ്റ് ക്യാപ്പ് ഒന്ന് ഊരി കാണിക്കാം. സോ നമുക്ക് ഇവിടെ റാക്ക് ബോൾട്ട് കാണാം. ഭിത്തിയിൽ വെച്ചേക്കുന്ന റാക്ക് ബോൾട്ടും അതിൻ്റെ പുറത്തുള്ള ഒരു ബ്രാസ് നട്ടും ഇവിടെ കാണാൻ പറ്റും. സോ ഇതിൻ്റെ പുറത്താണ് ഈ ക്ലോസറ്റ് നിൽക്കുന്നത്. അതാണ് ഈ റാക്ക് ബോൾട്ടിൻ്റെ പ്രത്യേകത. അപ്പം ഈ ഹോൾസും ഇതിൻ്റെ തൊട്ടടുത്ത ഹോൾസും, ഈ രണ്ട് ഹോളും ഒരിക്കലും റാൻഡംലി ഒരു കമ്പനിക്കും ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഹോൾസ് എപ്പോഴും ഒരു കമ്പനി ഡിസൈൻ ചെയ്യുന്നത് ഈ രണ്ട് ഡിസ്റ്റൻസ് വെച്ചാണ്. അതായത് ഒന്നെങ്കിൽ ഈ ഹോൾസ് 18 സെന്റിമീറ്റർ അകലെ ആയിരിക്കും, അല്ലെങ്കിൽ 23 സെന്റിമീറ്റർ അകലെ ആയിരിക്കും. അപ്പം ഈ ഒരു ഫ്രെയിം ഇല്ലെങ്കിൽ, കമ്പനി ഇത് പ്രീ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഈ ഹോൾസ് വന്നില്ലെങ്കിൽ, ഇത് പ്ലംബറിന്റെ ഡ്യൂട്ടിയാണ് മെഷർമെന്റ് ടേപ്പ് വെച്ച് അളന്ന് ഈ റാക്ക് ബോൾസ് ഭിത്തിയിൽ കോൺക്രീറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പൊ അവിടെ ഒരു പ്ലംബറിന് തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വളരെ ഹൈ വാല്യൂ പ്രൊജക്ട്സിൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഈ മെഷർമെന്റ് എടുക്കുക എന്നുള്ളത്. അപ്പം അവിടെയും ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് മാനേജേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ടൂളാണ്. അവർ പ്രീ ഫാബ്രിക്കേറ്റഡ് ഫ്രെയിംസ് ഉള്ള ക്ലോസറ്റ്സ് പർച്ചേസ് ചെയ്യും, എന്നിട്ട് അത് അവിടെ ആ പ്രൊജക്ട്സിൽ ഇംപ്ലിമെന്റ് ചെയ്യും. സോ ബേസിക്കലി നമ്മൾ നേക്കഡ് ഫ്രെയിമിൽ നിന്ന് ഹാഫ് ഫ്രെയിമിൽ നിന്ന് ഫുൾ ഫ്രെയിമിലേക്ക് വരുമ്പോഴും നമുക്ക് മെക്കാനിസത്തിന് ഒരു ഡിഫറൻസും വരുന്നില്ല. നമുക്ക് ഡിഫറൻസ് വരുന്നത്, ഒന്ന് വർക്ക് ഫാസ്റ്റ് ആവും, സെക്കൻഡ് വർക്കിനകത്ത് വരാനുള്ള തെറ്റുകളുടെ ചാൻസസ് വളരെയധികം കുറയും. സോ ഇനി നമുക്ക് ഗ്രോഹെ എന്ന ബ്രാൻഡിനെ കുറിച്ച് അറിയാം. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിന് വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തത് ഗ്രോഹയാണ്. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രോഹയുടെ ഡീലറാണ് കൊല്ലത്ത്. ഗ്രോഹയുടെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, ഗ്രോഹെ ബേസിക്കലി ഒരു ജർമ്മൻ ബ്രാൻഡാണ്. ജർമ്മൻ മെറ്റീരിയലിനെ കുറിച്ച് ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല. നമുക്കറിയാം ഏതൊരു മെക്കാനിക്കൽ സ്റ്റഫിനകത്തും, അതിനിപ്പോൾ കാർ ആയാലും എന്ത് ചെറിയ ഉപകരണങ്ങളാണെങ്കിലും പോസറ്റ്സ് ആണെങ്കിലും എല്ലാത്തിനകത്തും ഒരു ജർമ്മൻ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇംപെക്കബിൾ ക്വാളിറ്റിയാണ്. പക്ഷേ ഫോർമർ ജർമ്മൻ കമ്പനി ഗ്രോഹെ എന്ന് പറയുന്ന ഒരു ജർമ്മൻ കമ്പനി ഇപ്പം ഓൺ ചെയ്യുന്നത് ഒരു ജാപ്പനീസ് കോൺഗ്ലോമറേറ്റ് ആണ്. ലിക്സിൽ വാട്ടർ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഗ്രോഹെ ഓൺ ചെയ്യുന്നത്. സോ ജർമ്മൻ പോലെ തന്നെ നമുക്കറിയാം ജാപ്പനീസ് ക്വാളിറ്റിയെ ആരും സംശയിക്കത്തില്ല. അപ്പം ഒരേ മെറ്റീരിയൽ ഒരു ജർമ്മൻ കമ്പനിയും ഒരു ജാപ്പനീസ് കമ്പനിയും കൂടെ ചേർന്ന് നടത്തുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്തുമായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. സോ ഗ്രോഹെ ആണ് ഇന്ന് നമ്മുടെ ഈ കണ്ടത് ഹാഫ് ഫ്രെയിം സിസ്റ്റം, നേക്കഡ് സിസ്റ്റം ആൻഡ് ഫുൾ ഫ്രെയിം സിസ്റ്റം. ഇതാണ് ഗ്രോഹയുടെ പാക്കിംഗ്. വെരി ഗുഡ് കാർഡ്ബോർഡ്. ഗ്രോഹെ എന്ന ലോഗോ എല്ലായിടത്തും ഉണ്ട്, നമുക്ക് ഇവിടെ കാണാം. ഇമ്പോർട്ടഡ് എന്ന സ്റ്റിക്കർ ഉണ്ട് ഇവിടെ. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് വരുന്ന പാർട്സ് ആണ് ഇത്രയും. ഇത് ഹാഫ് ഫ്രെയിമിന്റെ പാർട്സ് ആണ്. ഫുൾ ഫ്രെയിമിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ പാർട്സ് വരും. നേക്കഡിനകത്ത് ഐ തിങ്ക് ഓൺലി 2 പാർട്സ്, ഒരു പാർട്ട് നേക്കഡിനകത്ത് വരുന്നത് ഈ കണക്റ്റിംഗ് പൈപ്പ് മാത്രമാണ്. ഈ കണക്റ്റിംഗ് പൈപ്പാണ് നമ്മുടെ വാട്ടർ ടാങ്കിനകത്തുനിന്ന് നമ്മുടെ ഈ സിസ്റ്ററിനകത്തോട്ട് വാട്ടർ ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം. അപ്പോൾ ഇത് കയ്യിലെടുത്ത സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് 2 വാക്ക് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇൻഡിവിജ്വൽ ഷോർട്സിൽ നിങ്ങൾക്ക് ഇതിന്റെ ഷോർട്സിനകത്ത് നിങ്ങളുടെ ഇതിന്റെ ബ്യൂട്ടി കാണാം. ഇത് ഒരു സ്റ്റീൽ ബ്രൈഡഡ് ഹോസ് ആണ്. സ്റ്റീൽ ബ്രൈഡഡ് ഹോസിന്റെ 2 സൈഡും നമുക്കൊരു കപ്ലിംഗ് കിട്ടിയിട്ടുണ്ട്. ഇത് അലോയ് കപ്ലിംഗ് ആണ്. അകത്ത് നിൽക്കുന്ന ബ്രാസ്, വെർജിൻ ബ്രാസ്, ആൻഡ് ഇവിടെ അതേപോലെ ഒരു വാൽവ് ഉണ്ട്. ഈ ഇൻലെറ്റ് വാൽവ് ആണ് അകത്തോട്ട് കയറുന്ന വെള്ളത്തിന്റെ സ്പീഡ് അല്ലെങ്കിൽ അതിന്റെ പ്രഷർ കൺട്രോൾ ചെയ്യുന്ന ഒരു സിമ്പിൾ ഒരു വാൽവ് ആണ്. പക്ഷേ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ക്വാളിറ്റി ഓഫ് ദ ബ്രാസ് ആണ്. അപ്പം ഈ പ്രൊഡക്റ്റ് നമ്മൾ കയ്യിലെടുത്ത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ പ്രൊഡക്റ്റ് എത്ര ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെന്ന്. അപ്പം ഗ്രോഹയെ കുറിച്ച് ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, അവർ എത്രത്തോളം ഡീപ്പായിട്ട് ചിന്തിക്കുന്നു ഇതിന്റെ ആപ്ലിക്കേഷനെ കുറിച്ചുള്ളതെന്നാണ്. ഈ റാക്ക് ബോൾട്ട് ശരിക്കും ഞാൻ കുറഞ്ഞ കമ്പനീസിന്റെ റാക്ക് ബോൾട്ട് കണ്ടിട്ടുണ്ട്, വളരെ ലോ ഡെൻസിറ്റി ആണ്. ഈ റാക്ക് ബോൾട്ട്സ് ഫസ്റ്റ് ഓഫ് ഓൾ വളരെ ഹെവി ആണ്. സെക്കൻഡ്, നമുക്ക് ഇതിനകത്ത് ഒരു കാർഡ്ബോർഡിന്റെ ഒരു കവർ ഇങ്ങനെ കാണാം. ഈ കാർഡ്ബോർഡിന്റെ കവർ ശരിക്കും നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഊരി കളയാനുള്ളതാണ്. അപ്പൊ ഇത് എന്തിനാ വെക്കുന്നതെന്ന് വെച്ചാൽ, ഈ റാക്ക് ബോൾട്ട്സ് ഫ്രെയിമിനകത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം 2 മാസം 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും
ആക്ച്വൽ ക്ലോസറ്റ് കൊണ്ടുവരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ബാത്റൂമിന്റെ ഭിത്തിയിൽ പൂശ് വരും, അതിനകത്ത് ടൈൽസിന്റെ വർക്ക് വരും, അത് കഴിഞ്ഞ് ഈ റൂമിന്റെ പെയിന്റിംഗ് വരും, പിന്നെ വേറെ എന്തെങ്കിലും ഇന്റീരിയർ വർക്ക് ഉണ്ടെങ്കിൽ അതും വരും. ഇതിനകത്ത് എല്ലാം ത്രെഡ്സ്, അതിനകത്ത് അഴുക്ക് കയറി ഇരിക്കാനും അല്ലെങ്കിൽ സിമെന്റീഷ്യസ് സ്റ്റഫ് അല്ലെങ്കിൽ സെറ്റ് ആവുന്ന പ്രൊഡക്ട്സ് ഇതിനകത്ത് കയറി ഇരുന്ന് ഇതിനകത്ത് സെറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഈ നട്ട് ഇതിനകത്തൊന്ന് കയറി അകത്ത് വരെ പോകത്തില്ല, ഇത് അവസാനം ഉപയോഗശൂന്യമാവും, ഈ ഫുൾ സെറ്റ് ഇളക്കി കളയേണ്ടി വരും. സോ മേ ബി ദേ ഹാവ് ലേൺ ഫ്രോം ദെയർ പാസ്റ്റ് മിസ്റ്റേക്സ്. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു കവർ കിട്ടുന്നത്. 3 മാസമല്ല, നിങ്ങൾ 3 വർഷം കഴിഞ്ഞ് ഇതിനകത്ത് വർക്കിന് വന്നാലും നിങ്ങളുടെ റാക്ക് ബോൾട്ട് സേഫ് ആയിരിക്കും. സോ വെരി തോട്ട്ഫുൾ, വെരി ജർമ്മൻ, വെരി ജാപ്പനീസ്. അപ്പം ഇതാണ് ഗ്രോഹെ എന്ന ബ്രാൻഡ് നമുക്ക് വേണ്ടി വന്നേക്കുന്നത്. ഗ്രോഹെ എന്ന ബ്രാൻഡിനെ കുറിച്ച് പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് ഇതിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, അതില്ലാതെ ഈ ഫ്ലഷ് ടാങ്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കൺസീൽഡ് വാട്ടർ ടാങ്കിന്റെ ഹൈലൈറ്റ്, കാരണം ഈ കൺസീൽഡ് വാട്ടർ ടാങ്ക് ഭിത്തിക്കകത്തങ്ങ് പോകും. ഇതിന്റെ സിഗ്നേച്ചർ ആയിട്ട് പുറത്ത് നിൽക്കുന്നത് ഇതിന്റെ ഫ്ലഷ് പ്ലേറ്റ് ആണ്. സോ ഇതാണ് ഫ്ലഷ് പ്ലേറ്റ്. ഇതാണ് ടിപ്പിക്കൽ ഗ്രോഹയുടെ കളർ, കസ്റ്റമറി ഗ്രോഹെ കളർ വിത്ത് ഗ്രോഹെ ലോഗോ, ഇമ്പോർട്ട് ബാഡ്ജ്, എവറിത്തിങ് പെർഫെക്റ്റ്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഇതാണ് ഗ്രോഹയുടെ ഫ്ലഷ് പ്ലേറ്റ്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിന്റെ ക്രോം ക്വാളിറ്റി എന്ന് വെച്ചാൽ അൺമാച്ച്ഡ് ആണ്. ഇന്ത്യയിൽ വേറെ ഒരു കമ്പനിക്കും ഈ ക്രോം ക്വാളിറ്റിയിൽ ഫ്ലഷ് പ്ലേറ്റ്സ് കിട്ടത്തില്ല. അപ്പം ഈ ഫ്ലഷ് പ്ലേറ്റിനെ കുറിച്ച് വേറൊരു കാര്യം പറഞ്ഞു തരാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇത് ന്യൂമാറ്റിക് ഫ്ലഷ് പ്ലേറ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലോട്ട് എടുക്കാം. സോ നമുക്ക് കാണാം, ഒരു നോർമൽ ഫ്ലഷ് പ്ലേറ്റ് അല്ല, ഇത് ഫ്ലഷ് ഫ്രെയിം ആണ്. ഈ ഫ്രെയിം ഇവിടാണ് അറ്റാച്ച് ആവുന്നത്. സോ ഈ ഫ്രെയിമിൻ്റെ പുറത്താണ് ഈ ഫ്ലഷ് പ്ലേറ്റ് ഇരിക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് അവർ കൺസേൺ. നമ്മൾ പുറമെ കാണുന്ന ഒരു പാർട്ട് ഗ്രോഹയുടെ ഈ ഫ്ലഷ് പ്ലേറ്റ് ആണ്. സോ ഈ ഫ്ലഷ് പ്ലേറ്റിനകത്ത് നമുക്ക് പുഷ് ചെയ്യുമ്പോൾ നമുക്കൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. ഇപ്പം ഞാനൊരു ബലൂൺ പുഷ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അല്ലാതെ നോർമൽ ആയിട്ട് സിമ്പിളായിട്ട് അകത്തോട്ട് പോകുന്നില്ല. സോ അതെന്താണെന്ന് വെച്ചാൽ ഇത് ന്യൂമാറ്റിക് ഫ്ലഷ് പ്ലേറ്റ് ആയതുകൊണ്ടാണ്. സോ ഈ ന്യൂമാറ്റിക് ഫ്ലഷ് പ്ലേറ്റിന് 2 പ്രത്യേകതകളുണ്ട്. അതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പ്രീമിയം ഫീൽ തന്നെയാണ്. ഈ പ്രീമിയം ഫീൽ, ഈ റെസിസ്റ്റൻസ് ഉള്ള ഫീൽ അത് എല്ലാ കമ്പനീസിനും കിട്ടത്തില്ല, അത് ന്യൂമാറ്റിക് ഫ്ലഷ് പ്ലേറ്റ്സിനും മാത്രമേ കിട്ടത്തുള്ളൂ. ഇത് അല്ലാതെ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ജഗ്വാർ യൂസ് ചെയ്യുന്നത് മെക്കാനിക്കൽ ഫ്ലഷ് പ്ലേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഫീൽ വേറെയാണ്. മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈ ഒരു പ്രീമിയം ഫീൽ നോർമൽ മെക്കാനിക്കൽ ഫ്ലഷ് പ്ലേറ്റ്സിന് കിട്ടില്ല. സോ ഹിയർ ഈസ് ദ ഹോൾ സെറ്റ് ഫോർ യു. കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആൻഡ് ആക്ച്വേഷൻ പ്ലേറ്റ് അല്ലെങ്കിൽ ഫ്ലഷ് പ്ലേറ്റ്, വിച്ച് എവർ വേ യു വാണ്ട് ടു കോൾ ഇറ്റ്. ഇനി ഗ്രോഹെ അല്ലാതെ ഇതിനകത്തുള്ള അതർ ബ്രാൻഡ്സ് ഏതൊക്കെയാണ്, മാർക്കറ്റിൽ അറിയപ്പെടുന്ന കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. സോ ഗ്രോഹെ ഈസ് മൈ പേഴ്സണൽ ഫേവറേറ്റ്. ഗ്രോഹെ ലോകത്തിൻ്റെയും ഫേവറേറ്റ് ആണ്. പക്ഷേ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഈ പ്രൊഡക്റ്റായിട്ട് ഇറങ്ങിയ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിക്ക് ഇതല്ലാതെ വേറെ ഒരു പ്രൊഡക്റ്റും ഇല്ല. ആ കമ്പനിയുടെ പേരാണ് ജെബ്രിറ്റ്. അപ്പോൾ ജെബ്രിറ്റ് ആണ് ഇതിനകത്ത് മാർക്കറ്റ് ലീഡർ. പക്ഷേ മാർക്കറ്റ് ലീഡർ ആയതുകൊണ്ടും അവരുടെ ഒരു യുണീക്ക് പ്രൊഡക്റ്റ് ആയതുകൊണ്ടും അത് നോർമൽ റേറ്റിനെക്കാട്ടിലും 3000 to 4000 rupees എക്സ്പെൻസീവ് ആയിട്ടാണ് ജെബ്രിറ്റ് വിൽക്കപ്പെടുന്നത്. സോ ജെബ്രിറ്റിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ജസ്റ്റ് മാർക്കറ്റ് ലീഡർ ആണ്, ഏറ്റവും വലിയ ബ്രാൻഡാണ്, അതുകൊണ്ട് ബ്രാൻഡ് ഇക്വിറ്റി ആണ് അവർ ചാർജ് ചെയ്യുന്നത്. കൺസീൽഡ് ഫ്ലഷ് ടാങ്കിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ഏതൊരു കമ്പനിയുടെ നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്, അതിനി സെറാടെ ആകാം, ജോൺസന്റെ ആവാം, ആർഎകെയുടെ ആവാം, കെറോവിറ്റിന്റെ ആകാം, ഗ്രോഹയുടെ ഉണ്ട്, ജെബ്രിറ്റ് എടുക്കാം, ജഗ്വാർ എടുക്കാം. ഇനി ഇതുപോലെ ഏത് കമ്പനിയുടെയും നമുക്ക് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി ഇതൊരു പ്ലാസ്റ്റിക് ആണ്. ഒരു കമ്പനി ഇതിനകത്ത് റീസൈക്കിൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കത്തില്ല. ഇതെല്ലാം വെർജിൻ പ്ലാസ്റ്റിക് ആണ്. സോ വിച്ച് മീൻസ് ദ ചാൻസസ് ഓഫ് ലീക്കേജ് അല്ലെങ്കിൽ ഇതിന് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്, നെഗ്ലിജിബിൾ ആണ്, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. സോ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ്. സോ നമ്മൾ ജെബ്രിറ്റ് എടുക്കാൻ പോകണം. അപ്പോൾ ജെബ്രിറ്റ് നമ്മൾ 3000 രൂപ കൂടുതൽ ചിലവാക്കി ജെബ്രിറ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരർത്ഥവും ഇല്ല. ഗ്രോഹെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഗ്രോഹയുടെ സ്റ്റാൻഡേർഡ് ഫിറ്റ്മെന്റ്സ് ആ പ്രൈസിനെ ജസ്റ്റിഫൈ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നോർമൽ കൺസീൽ ടാങ്കിന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന ഫ്ലഷ് പ്ലേറ്റ്സ് എല്ലാം ന്യൂമാറ്റിക് ഫ്ലഷ് പ്ലേറ്റ്സ് ആണ്. സോ അത് നമ്മുടെ ബാത്റൂമിന് കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീൽ ആയിരുന്നു. നമ്മുടെ ഓരോ ടച്ചിനെ അതൊരു പ്രീമിയം റെസ്പോൺസ് ആണ് തരുന്നത്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി ബെനിഫിറ്റ്സ് ഓഫ് ഗ്രോഹെ. ഇനി ഇത് കൂടാതെ ജഗ്വാറിന്റെ എടുത്തു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ജഗ്വാറിലേക്ക് പോകാം. ഫ്ലഷ് പ്ലേറ്റ് മെക്കാനിക്കൽ ആയിരിക്കും എന്നേ ഉള്ളൂ, പക്ഷേ കോസ്റ്റ് കുറയില്ല. സോ ബേസിക്കലി 5000, 8000, 11000 ഇത് അക്രോസ് ദി മോഡൽസ്, അക്രോസ് ദി കമ്പനീസ് ഈ പ്രൈസസ് സെയിം ആയിരിക്കും. നേക്കഡിന് 5000 റേഞ്ച് ആയിരിക്കും, ഹാഫ് ഫ്രെയിമിന് 8000 ആയിരിക്കും, ഫുൾ ഫ്രെയിമിന് 11000 ആയിരിക്കും. ഇതിനകത്ത് 500 രൂപ 1000 രൂപയ്ക്ക് അകത്തുള്ള ഡിഫറൻസ് എല്ലാ കമ്പനീസും തമ്മിലുണ്ട്. പക്ഷേ ജെബ്രിറ്റ് മാത്രം 2500 മേളിലോട്ട് ഈ ഡിഫറൻസ് കീപ്പ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഒരു ഡെഡിക്കേറ്റഡ് മാർക്കറ്റ് ഉണ്ട്. കാരണം കസ്റ്റമേഴ്സിന് ഇതിനെക്കുറിച്ച് വലുതായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ അവർ പേടിച്ച് ഇനി ജെബ്രിറ്റ് എടുത്താൽ ഒരു പക്ഷേ
ഒരു കാലത്തും കംപ്ലൈന്റ് വരുത്തില്ല എന്ന് വിചാരിച്ചാണ് അവർ ജബ്രേറ്റ് എടുക്കുന്നത്. പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മെഷർമെന്റ്സ് ആണ് ഇതിനകത്തെല്ലാം. അപ്പം പ്ലംബറും കോമ്പിറ്റന്റ് ആയിരിക്കണം, എന്നാലേ കൺസീൽ ഫ്ലഷ് ടാങ്ക് ലൈക്ക് എനി അതർ ഫിറ്റ്മെന്റ് ഇൻ ദ ബാത്റൂം വിൽ ബി സക്സസ്ഫുൾ. ഇനി നമ്മൾ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്സിനെ കുറിച്ച് അറിയേണ്ട മറ്റൊരു കാര്യം, പല കസ്റ്റമേഴ്സും പേടിക്കും ഈ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ഗ്രോഹയുടെ ആണെങ്കിൽ ഗ്രോഹയ്ക്ക് സാനിറ്ററി വെയർ ഇല്ലല്ലോ. അപ്പം ഇത് ജഗ്വാറിന്റെ ഒരു ക്ലോസറ്റുമായിട്ട് നമുക്ക് ഗ്രോഹെ കപ്പിൾ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കോളറിന്റെ ക്ലോസറ്റ് വെച്ച് നമുക്ക് ഗ്രോഹെ കപ്പിൾ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ജഗ്വാർ വെച്ച് കോളർ ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ ആൻസർ ആണ് അബ്സല്യൂട്ട്ലി യെസ്. കാരണം 3 കാര്യങ്ങൾ, അതിൽ 2 നമ്മൾ കണ്ടു ഹോൾസ് ആണ്, റാക്ക് ബോൾട്ട് വെക്കുന്ന ഹോൾസ്, അത് സ്റ്റാൻഡേർഡ് ആണ്. സോ വിച്ച് മീൻസ് നമ്മൾ ഏത് ക്ലോസറ്റ് എടുത്താലും അത് ഏതെങ്കിലും ഈ 2 ഹോൾസിൽ ഏതെങ്കിലും ഒരു ഹോൾ സെറ്റിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആവും. ഇനി രണ്ടാമത്തെ കാര്യം ഈ എക്സിറ്റ് വാലിന്റെ സൈസ് ആണ്. ലോകത്തിലെ ഏത് മാനുഫാക്ചറർ ക്ലോസറ്റ് ഉണ്ടാക്കിയാലും അവരുടെ ഈ എക്സിറ്റ് വാൽ, അതായത് വെള്ളത്തിന്റെ ഇൻലെറ്റ് പോയിന്റിന്റെ ഈ സർക്കംഫറൻസ് അല്ലെങ്കിൽ ഈ ഡയമീറ്റർ പെർഫെക്റ്റ്ലി സെയിം ആയിരിക്കും. സോ വിച്ച് മീൻസ് ഏത് ക്ലോസറ്റ് നിങ്ങൾക്ക് ഏത് കൺസീൽ ടാങ്കുമായിട്ടും കപ്പിൾ ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ കൺസീൽ ക്ലോസറ്റ്സിനെ കുറിച്ച് അറിയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു തെർമോകോളിന്റെ പീസ് കൊടുത്തിട്ടുണ്ട്. ഈ തെർമോകോളിന്റെ പീസിന്റെ ഉപയോഗം എന്തുവാണ്? അപ്പം കൺസീൽ ക്ലോസറ്റ് വെക്കുന്ന സമയത്ത് മെഷർമെന്റിൽ എന്തെങ്കിലും ചെറിയ ഒരു ലെറ്റ്സ് സേ ബിലോ 1 സെന്റിമീറ്റർ എന്തെങ്കിലും ഒരു വ്യത്യാസം വെർട്ടിക്കൽ അഡ്ജസ്റ്റ്മെന്റിൽ വരുവാണെങ്കിൽ നമുക്ക് അത് ഈ പൈപ്സിന്റെ മൂവ്മെന്റ് കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ പൈപ്പ് മൂവ് ചെയ്യണം അല്ലെങ്കിൽ ടാങ്ക് മൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ സിമെന്റ് പറ്റരുത്. അതുകൊണ്ടാണ് ഈ തെർമോകോൾ കവറിംഗ് തരുന്നത്. സോ ഈ തെർമോകോൾ ഇവൻച്വലി ഒരുപാട് വർഷം കഴിഞ്ഞ് ദ്രവിച്ചു പോകും. പക്ഷേ വെച്ച് ഒരു അടുത്ത 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് ക്ലോസറ്റ് വെക്കാൻ നേരത്തെ എന്തെങ്കിലും ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്, അത് നോർമലി 1-2 മില്ലിമീറ്റർ മുതൽ ഒരു 10 സെന്റിമീറ്റർ വരെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ഈ 1 സെന്റിമീറ്ററിന്റെ കേസ് എനിക്ക് അത്രയും തറോ അല്ല, പക്ഷേ മില്ലിമീറ്റേഴ്സിന്റെ ചേഞ്ചസ് നമുക്ക് ഈ ടാങ്കിനകത്ത് മൂവ്മെന്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ തെർമോകോൾ വരുന്നത്. ഇത് ഞാനിപ്പം പറയാൻ കാരണം നിങ്ങളുടെ വീട്ടിൽ ഇത് വരുമ്പോൾ ഇത് വെറും പാക്കിംഗ് ആണ് എന്ന് പറഞ്ഞ് ബോക്സ് കളയുന്നതിന്റെ കൂടെ ഈ തെർമോകോളും പൊട്ടിച്ച് കളയരുത്. അങ്ങനെ പല കസ്റ്റമേഴ്സും ചെയ്യാറുണ്ട്. ഈ തെർമോകോളിന് അതിൻ്റെതായ ഒരു യൂസ് ഉണ്ട്. സോ ഡോണ്ട് ത്രോ ഇറ്റ് അവേ ആൻഡ് ബി കെയർഫുൾ. സോ കൺസീൽ ടാങ്ക്സിനെ കുറിച്ച് നമ്മൾ നല്ലൊരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഇവിടെ തന്നേക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്വസ്റ്റ്യൻ ഇടാം. ഞങ്ങൾ അതിന് ആൻസർ തരുന്നതായിരിക്കും പബ്ലിക്ലി. ആൻഡ് ഇഫ് ദി ആൻസർ റിക്വയർസ് എ ലോങ് എക്സ്പ്ലനേഷൻ ഞങ്ങൾ ഒരു വീഡിയോയും അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കും. സോ ഈ കൺസീൽ ടാങ്കിന്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ കൺസീൽ ടാങ്കിന്റെ ആവശ്യം നമുക്ക് വരുന്നത് നമ്മൾ വീട്ടിൽ വാൾ ഹാങ് ക്ലോസറ്റ്സ് വെക്കുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ. സോ ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റ്സ് ആണ് നമ്മൾ വെക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് കൺസീൽ ടാങ്കിന്റെ ആവശ്യം ഇല്ല, അല്ലെങ്കിൽ നോർമലി ഇല്ല. സോ വിച്ച് മീൻസ് കസ്റ്റമേഴ്സിന് വാൾ ഹാങ് ക്ലോസറ്റ്സ് വെക്കുന്നതിന് എന്തെങ്കിലും പേടി ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും കൺസീൽ ടാങ്കിനെ കുറിച്ച് ചിന്തിക്കത്തില്ല. ബട്ട് വാൾ ഹാങ് ക്ലോസറ്റ്സ് ആൻഡ് കൺസീൽ സിസ്റ്റംസ് ആർ ദ ബെസ്റ്റ് തിങ് ദാറ്റ് ഹാസ് ഹാപ്പൻ ടു എനി ബാത്റൂംസ് ഇൻ ദ ലാസ്റ്റ് 4 decades. അതുകൊണ്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും, നിങ്ങളുടെ ബാത്റൂമിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി വാൾ ഹാങ് ക്ലോസറ്റ്സ് തന്നെ വെക്കണം, കൺസീൽ ടാങ്ക്സ് യൂസ് ചെയ്യണം. ഇനി ഇതിനകത്തുള്ള പേടി, അതായത് എന്തുകൊണ്ട് പല കസ്റ്റമേഴ്സും വാൾ ഹാങ് ക്ലോസറ്റ്സ്, കാരണം വാൾ ഹാങ് ക്ലോസറ്റ്സിന്റെ ഇൻക്ലൂഡിംഗ് ടാങ്കിന്റെ റേറ്റ് കമ്പാറ്റബിൾ ആണ്, അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റ്സിൽ നിന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് പല കസ്റ്റമേഴ്സും വാൾ ഹാങ് ക്ലോസറ്റ്സ് അവോയ്ഡ് ചെയ്യുന്നതിന് 2 റീസൺ ഉണ്ട്. അതിൽ ഒരു റീസൺ ഞാൻ പറയാം എന്താണെന്ന്. അതായത് ഈ 2 റാക്ക് ബോൾട്ടിൽ ഈ ക്ലോസറ്റ് ഇരിക്കുന്നു. അപ്പം നല്ല വെയിറ്റ് ഉള്ള ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തിരിക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ക്രാക്ക് ആവും, അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിനകത്ത് ക്രാക്സ് ഡെവലപ്പ് ആവും. ക്രാക്സിനെ തുടർന്ന് ഇത് പൊട്ടി ഒരു ദിവസം ഇത് താഴെ വീഴും. അങ്ങനെയുള്ള പേടിയാണ് മിക്ക കസ്റ്റമേഴ്സിനും ഉള്ളത്. അപ്പോൾ അതിന് 2 ആൻസറാണുള്ളത്. ഫസ്റ്റ്, ദി ലോ ഓഫ് ഫിസിക്സ്. ഏതൊരു സാധനവും ഒരു വെർട്ടിക്കൽ ഭിത്തിയിൽ വെർട്ടിക്കലായിട്ട് സ്റ്റാക്ക് ചെയ്തേക്കുവാണെങ്കിൽ അതിൻ്റെ ഫോഴ്സ് ഒരിക്കലും ഇവിടെ വരത്തില്ല. അതിൻ്റെ ഫോഴ്സ് എപ്പോഴും ഭിത്തിയോട് ചേർന്നേ വരത്തുള്ളൂ. വിച്ച് മീൻസ് നമ്മൾ വിചാരിക്കുന്ന ഇതിൻ്റെ പുറത്ത് നമ്മൾ എത്ര ഫോഴ്സ് ഇടുമോ നമ്മുടെ വിചാരം എന്തുവാണോ ആക്ച്വലി ആ ഫോഴ്സ് അല്ല ഈ ക്ലോസറ്റിന്റെ പുറത്ത് വരുന്നത്. സോ വിച്ച് മീൻസ് ഇറ്റ്സ് എക്സ്ട്രീംലി സേഫ് ടു ഹാവ് ക്ലോസറ്റ് ഫോർ ഓൾ പീപ്പിൾ ഓഫ് ഓൾ സൈസസ് ഇൻ ദി ബാത്റൂംസ്. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ 450 കിലോഗ്രാം വെയിറ്റ് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ക്ലോസറ്റ്സ് ഫാക്ടറീസിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. സോ വിച്ച് മീൻസ് 450 കിലോഗ്രാംസ് വരെ വെയിറ്റ് ഇതിന് താങ്ങാൻ പറ്റും. അതിനപ്പുറത്തോട്ടേ ഇത് ക്രാക്ക് ചെയ്യുകയോ പൊട്ടുകയോ ചെയ്യത്തുള്ളൂ. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഒരിക്കലും നിങ്ങളുടെ വെയിറ്റ് വാൾ ഹാങ് ക്ലോസറ്റ്സിന് ഒരു പ്രശ്നമല്ല. ഭിത്തി സ്ട്രോങ് ആയാൽ മതി, റാക്ക് ബോൾട്ട് നല്ല ആയാൽ മതി, പ്ലംബർ നല്ല ആയാൽ മതി. സോ ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഗുഡ് ഇൻഫർമേഷൻ ഫ്രം ദിസ് വീഡിയോ. ഇതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ഈ എപ്പിസോഡിൽ കമൻറ്റ്സ് ഞങ്ങൾ ക്ഷണിക്കുന്നു. കാരണം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങളുടെ മനസ്സിൽ അത് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുമെന്ന് നമുക്ക് കണ്ടറിയാം. അതിൻ്റെ ആൻസേഴ്സ് ഞങ്ങൾ മെയിലായിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടും ഡെഫിനറ്റ്ലി തരുന്നതായിരിക്കും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ ഫോർ നൗ.